ഗുഡ് ആഫ്റ്റർനൂൺ. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു ആശംസ നേരാണ്. ഹാപ്പി എഞ്ചിനീയേഴ്സ് ഡേ. ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വേൾഡ് എഞ്ചിനീയേഴ്സ് ഡേ ആണ്. ഏകദേശം 3 മാസങ്ങൾക്ക് മുമ്പ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുകയും അങ്ങനെ ഈസ്റ്റേൺ പ്രൊവിൻസിൽ ദമാം കേന്ദ്രമാക്കിക്കൊണ്ട് നമ്മൾ KEF രൂപീകരിക്കുകയും ചെയ്തു. വളരെ നല്ല സദസ്സായിരുന്നു. ഏകദേശം 300-ൽ പരം എഞ്ചിനീയേഴ്സ് ഈ ഈസ്റ്റേൺ പ്രൊവിൻസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അന്ന് ഒത്തുകൂടുകയും അന്ന് നമ്മൾ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഫോം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഇപ്പൊ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ഒരു കൾച്ചറൽ ഈവന്റ് ഓണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടി. അതും വളരെ മനോഹരമായിരുന്നു. ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വേൾഡ് എഞ്ചിനീയേഴ്സ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം നമുക്ക് ഉപകാരപ്രദമായ ഒരു ടോക്ക്, ഒരു ഡിസ്കഷൻ നമ്മൾ നടത്താമെന്ന് എക്സിക്യൂട്ടീവ് ബോഡി തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും എഞ്ചിനീയേഴ്സ് ആണ്. അതിൽ ബിഗിനേഴ്സ് ഉണ്ടാവും, ഇന്റർമീഡിയറ്റ് ഉണ്ടാവും, എക്സ്പീരിയൻസ്ഡ് എഞ്ചിനീയേഴ്സും ഉണ്ടാവും. പക്ഷെ നമ്മളെല്ലാവരും തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നാണ്, നമുക്ക് നല്ലൊരു കരിയർ ഗ്രോത്ത്. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നല്ലൊരു കരിയർ ഗ്രോത്ത് വേണം. അതോടൊപ്പം തന്നെ ഒരു പ്രൊഫഷണൽ അവയർനെസ്, പ്രൊഫഷണൽ അറ്റ്മോസ്ഫിയർ, ഇതൊക്കെ നമ്മൾ ഏതൊരു എഞ്ചിനീയേഴ്സും ആഗ്രഹിക്കുന്നതാണ്. അത് ബിഗിനേഴ്സ് ആവട്ടെ, ഇന്റർമീഡിയറ്റ് ആവട്ടെ, അത് എക്സ്പീരിയൻസ്ഡ് ആവട്ടെ, എല്ലാവർക്കും ഈ ഒരു ആഗ്രഹം ഉണ്ട്. കാരണം അങ്ങനെ വർക്ക് ചെയ്യാനാണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം. അപ്പൊ അതിനെക്കുറിച്ച് ഒരു ടോക്ക്, ഒരു ഗൈഡ് ടു ടോക്ക്, നമുക്ക് അതിനെ കുറിച്ചുള്ള ഒരു പ്രൊഫഷണൽ ഗ്രോത്ത് ആൻഡ് കരിയർ അവയർനെസ്, ഇതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് ഒരു ഡിസ്കഷൻ നമ്മോട് നൽകാമെന്നേറ്റിട്ടുള്ളത് എഞ്ചിനീയർ മുഹമ്മദ് സലീമാണ്. മുഹമ്മദ് സലീം ബേസിക്കലി ഹീസ് ആൻ എഞ്ചിനീയർ. ഇവിടെ നേരത്തെ നമ്മുടെ ഈസ്റ്റേൺ പ്രൊവിൻസിൽ ജുബൈൽ സെന്റർ ആക്കിക്കൊണ്ട് ഇവിടെ റിസായത്ത്, ബെക്ടൽ എന്നീ കമ്പനികളിൽ ജോലി ചെയ്തിരുന്നു. ഇപ്പോ ബെക്ടൽ തന്നെയാണ് അദ്ദേഹം ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. HSC മാനേജറാണ്. സ്പൈൻ പ്രോജക്ട് അറ്റ് നിയോമില് സ്പൈൻ പ്രോജക്റ്റില് HSC മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോ പിന്നെ ഇന്ന് നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷനെ കുറിച്ച് നമ്മോട് സംസാരിക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തെ ആദ്യമായിട്ട് തന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഡിസ്കഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാന്യനായ എഞ്ചിനീയർ മുഹമ്മദ് സലീമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഓക്കെ. താങ്ക് യു അബ്ദുള്ള സാഹിബ്. വോയിസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണേ. ഓക്കെ ആണ്, ക്ലിയർ ആണ്. പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുമ്പായിട്ട് പിന്നെ KEF ദമാമിനോട് ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം പറയട്ടെ. പോസിറ്റീവ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പിന്നെ ദമാമിൽ നിന്ന് മാറി നിയോമിലേക്ക് വന്നിട്ടും നിങ്ങൾ ഗ്രൂപ്പിൽ തുടരാൻ അനുവദിച്ചതിന് ഒരു പിന്നെ പോസിറ്റീവ് സൈഡ്, അതായത് താങ്ക് യു. നെഗറ്റീവ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10-13 വർഷം ജുബൈലിൽ ഉണ്ടായിട്ട് KEF പോലെ ഒരു സംഗതി കൊണ്ടുവരികയും അല്ലെങ്കിൽ അതിന്റെ ബാക്കിയുള്ള അതുപോലത്തെ പ്രോഗ്രാം ചെയ്യാതിരിക്കുകയും ചെയ്യുക. എന്നിട്ട് നമ്മൾ അവിടെ നിന്നിട്ട് വിട്ട അതേ സമയത്ത് നിങ്ങളുള്ള എല്ലാ പ്രോഗ്രാമും നടത്തുക. ഇതിനെതിരെ ഒരു ശക്തമായ പ്രതിഷേധം അതും നിങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. പക്ഷെ വളരെ സന്തോഷമുണ്ട്. പ്രോഗ്രാംസ് ഒക്കെ ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പിലൂടെ കാണുന്നുണ്ട്. പിന്നെ യങ് ആയിട്ട് വരുന്ന എഞ്ചിനീയേഴ്സിന്, ഇപ്പൊ ഞാൻ സൗദി അറേബ്യയിൽ വന്നത് 2010-ലാണ്. 2010 വരുമ്പോൾ ഈ പറഞ്ഞ പോലത്തെ ഇങ്ങനെ നമുക്ക് ഒരു ഗ്രൂം ചെയ്യാനുള്ള വേദികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫോറം എസ്പെഷ്യലി ബിഗിനേഴ്സിന് അല്ലെങ്കിൽ എന്താ പറയുക സ്റ്റാർട്ട് ഓഫ് കരിയർ ഉള്ള ആളുകൾക്കൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ ഇതിന് നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ കഴിഞ്ഞ് എൻ്റെ ആകുമ്പോൾ നമുക്ക് അതിനൊരു കൺക്ലൂഷൻ എന്നുള്ള നിലയ്ക്ക് ഒരു സജഷൻ എന്നുള്ള എൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു സജഷൻ എന്നുള്ള നിലയ്ക്ക് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെന്റർ പ്രോഗ്രാമും കൂടി നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതൊക്കെ ഒരു പ്രൊഫഷണൽ ബോഡിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള സംഗതികളാണ്. എനിവേ, ഞാൻ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ, അബ്ദുള്ള സാഹിബ് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തന്നു എങ്കിലും ഞാൻ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ എന്നെ കുറിച്ച് തന്നെ തരാം. അതുപോലെ തന്നെ പേര് നിങ്ങൾക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് കണ്ടിട്ടുണ്ടാകും. മുഹമ്മദ് സലീം എന്നാണ്. സ്വദേശം മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ. പഠിച്ചത് പിന്നെ ട്രിവാൻഡ്രം ശ്രീചിത്ര എഞ്ചിനീയറിംഗ് കോളേജിലാണ്. 2003 to 2007 മെക്കാനിക്കൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ആണ് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 3 years ഓഫ് ഷോർ ജോബ് ആയിരുന്നു. അത് കഴിഞ്ഞ് 2010 ഞാൻ സൗദിയിൽ വന്നു.
ബെക്ടൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ റോയൽ കമ്മീഷൻ ഫോർ ജുബൈലിന്റെ കൺസൾട്ടന്റ് ആയിട്ട് ജോയിൻ ചെയ്തു ആസ് എ സേഫ്റ്റി എഞ്ചിനീയർ. അവിടുന്ന് ഒരു 8 years അവിടെ കണ്ടിന്യൂ ചെയ്തു. 2018 ഞാൻ HSE മാനേജർ ഫോർ റിസായത്ത് കമ്പനി ലിമിറ്റഡ്, അങ്ങനെ അവരുടെ പിന്നെ സൗദി അറേബ്യ ടോട്ടൽ ഓപ്പറേഷൻസിന്റെ ഹെഡ് ഓഫ് സേഫ്റ്റി ആയിട്ട് അങ്ങനെ അങ്ങോട്ട് പോയി ഒരു 5 years വിത്ത്. അത് കഴിഞ്ഞപ്പോൾ 2023 മാർച്ചിലാണ് ഞാൻ ഇങ്ങോട്ട് നിയോമിലേക്ക് ജോയിൻ ചെയ്തത്. നിയോമിന്റെ പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ലൈൻ എന്ന് പറയുന്ന പ്രൊജക്ടിന്റെ പിന്നെ സ്പൈൻ എന്ന് പറയുന്ന പാർട്ട്, അതായത് അതിന്റെ പിന്നെ റെയിൽവേ നെറ്റ്വർക്ക് യൂട്ടിലിറ്റീസ് അങ്ങനത്തെ സംഗതികളൊക്കെ ചെയ്യുന്ന പ്രൊജക്റ്റാണ് സ്പൈൻ പ്രൊജക്ട്. ആ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോ അതാണ് ഏകദേശം ഒരു കരിയർ ട്രാക്ക്. വല്ലാതെ സമയം എടുക്കുന്നില്ല. എനിവേ ഇതൊരു ഡിസ്കഷൻ ആണ്. സോ ഇന്ററാക്ഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ എല്ലാവരും മുതൽ പിന്നെ ഇൻവോൾവ് ആകുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു സക്സസ്. കാരണം ഞാനിതിന്റെ ഒരു എക്സ്പെർട്ട് ഒന്നുമല്ല. അതേസമയം ഞാൻ പോയ ഒരു കരിയർ പാത്തിൽ നമുക്കുള്ള തോന്നിയ കുറെ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മാത്രം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഞാൻ ആക്ച്വലി ഈ സ്ക്രീൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ മുമ്പൊന്ന് പിന്നെ ഒരാളോട് നോക്കിയിരുന്നു, പക്ഷെ അത് പറ്റിയില്ല. അപ്പൊ ഹോപ്പ്ഫുള്ളി ഇറ്റ് ഈസ് എ സക്സസ്. ഐ ഹോപ്പ്. സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്, കിട്ടുന്നില്ലെങ്കിൽ പറയണേ. ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ. ഓക്കെ. സോ ഞാന് ഇതില് ചെയ്യുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് എസെൻഷ്യൽ സോഫ്റ്റ് സ്കിൽസ് ആണ്. നമ്മള് എല്ലാവരും എഞ്ചിനീയേഴ്സ് ആണ്. മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, സിവിൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ഡിവിഷനിലുള്ള ആൾക്കാരും ഇതിലുണ്ട്. മാത്രമല്ല സൗദി അറേബ്യയിൽ ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും മാത്രമല്ല, ഓൾമോസ്റ്റ് ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള എഞ്ചിനീയേഴ്സ് ഈ സൗദി അറേബ്യ. സോ വാട്ട് മേക്സ് us ഡിഫറെന്റ് ഫ്രം ദം? എന്താണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം? ആ വ്യത്യാസത്തിലാണല്ലോ നമുക്ക് ബാക്കിയുള്ള ആളുകളെക്കാൾ വി ആർ ബെറ്റർ, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള ആളുകളാണ് എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ്, എന്താണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഞാനിതിന്ന് എടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയായിട്ട് കണ്ടിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് വാട്ട് ഐ ആം ഗോയിങ് ടു ഷെയർ, ഓർ ലെറ്റ്സ് സേ വി ആർ ഗോയിങ് ടു ഡിസ്കസ്. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഞാൻ വേറൊരു കാര്യം കൂടി പറയട്ടെ. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾക്ക് അറിയില്ല വേറെ ആരെങ്കിലും ഇത് യൂസ് ചെയ്തിട്ടുണ്ടോ. ഇത് ഒരു പ്ലാറ്റ്ഫോം മെന്റിമീറ്റർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെന്താ വെച്ചാൽ ഇന്ററാക്റ്റീവ് ടൂൾസ് ഇതിൽ സത്യം പറഞ്ഞാൽ കുറെ സംഗതികളുണ്ട്. ഞാൻ 1-2 ടൂൾസ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഞാനിത് മുമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ബട്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. സോ ഇറ്റ്സ് ഫസ്റ്റ് ടൈം ഫോർ മീ ടു ഓൾസോ ടു യൂസ് ഇറ്റ്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് പരീക്ഷിക്കാം. സോ ഫസ്റ്റ് വൺ, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യല്ലേ. അപ്പൊ റൈസ് ബ്രേക്കർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഏത് മീഡിയ ആണ് നല്ലത്? ഇപ്പൊ കേരള എഞ്ചിനീയറിംഗ് ഫോറം എന്നുള്ള നിലക്ക് നമ്മൾ മലയാളം വേണോ, അല്ല ഇത് പ്രൊഫഷണൽ പ്ലാറ്റ്ഫോം എന്നുള്ള നിലയ്ക്ക് ഇംഗ്ലീഷ് വേണോ, അത് രണ്ടും കൂടി കൂട്ടിയിട്ട് നമുക്ക് പറയുന്ന രൂപത്തിൽ നമുക്ക് മംഗ്ലീഷ് വേണം. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ QR കോഡൊന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. നമുക്ക് ഉടനെ തന്നെ ഇതിൽ റിസൾട്ടും കിട്ടും. അപ്പൊ ജസ്റ്റ് നിങ്ങളുടെ ഒരു എന്താ പറയുക ഇൻപുട്ട് ഇതിലേക്കൊന്ന് വേണം. ക്വിക്കായിട്ട് എല്ലാവരും ഒന്ന് ചെയ്യുകയാണെങ്കിൽ. നമ്മുടെ ഒപ്പീനിയനിൽ നമുക്ക് മലയാളവും ഇംഗ്ലീഷും കൂടി മിക്സ് ചെയ്താലോ? നിങ്ങൾ ഒന്ന് വോട്ട് ചെയ്യും. ആ QR കോഡിൽ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാം. ഇന്ററാക്ഷന് വേണ്ടി ചെയ്യുന്ന എല്ലാവരും പാർട്ടിസിപ്പേറ്റീവ് ആണല്ലോ. ആളുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓൾമോസ്റ്റ് 35 പാർട്ടിസിപ്പേറ്റ്സ് ഉണ്ട്. സാർ ഇതില് മൊബൈലാ യൂസ് ചെയ്യുന്നത്, അപ്പൊ നമ്മളെങ്ങനെ സ്കാൻ ചെയ്യാം? ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ടേ പിന്നെ QR കോഡിന്റെ ഭാഗം മാത്രം ഒന്ന് പിന്നെ കട്ട് ചെയ്തിട്ട്
പിന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, QR കോഡിന്റെ പിന്നെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് സ്കാൻ ഇമേജ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിലേക്ക് തരാം. ഞാനിപ്പോ ജസ്റ്റ് എനിക്കൊന്ന് അതിൽ കുറച്ച് എളുപ്പത്തിൽ ആ വെബ്സൈറ്റ് ജസ്റ്റ് കയറിയപ്പോൾ ജസ്റ്റ് ആ കോഡ് കൊടുത്താൽ മതി. അത് കുറച്ചും കൂടി ഫാസ്റ്റ് ആണെന്ന് തോന്നുന്നു. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കില്ല. ഓക്കെ, അതും ഓക്കെയാണ്. അതൊരു ഗുഡ് മെത്തേഡാണ്. ഏതാണ് എല്ലാവർക്കും എളുപ്പം അതൊന്ന് യൂസ് ചെയ്യും. അതെ അതെ. നമ്മുടെ എഞ്ചിനീയേഴ്സിന്റെ ഒക്കെ എന്താ പറയാ ഫാസ്റ്റ് എബിലിറ്റി ആണല്ലേ ചെക്ക് ചെയ്യുന്നത്. ഞാനും റിസായത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഹലോ, പേഴ്സണൽ ടോക്ക് ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നമുക്ക് പേഴ്സണൽ ഇതിലേക്ക് പോവാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ 1 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, ബിക്കോസ് എല്ലാവരുടെയും ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഓൾ. ഇത് ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് വെച്ചാൽ ഇതൊരു കുറച്ചും കൂടി ഈസിയർ ഓപ്ഷൻ ആണ്. പക്ഷെ ഞാൻ അടുത്ത സെഷനിലേക്കൊക്കെ വരുമ്പോൾ എനിക്ക് നിങ്ങളുടെയൊക്കെ ഇന്ററാക്ഷൻ കൂടുതൽ വേണം. അതുകൊണ്ട് എല്ലാവരോടും ഒന്ന് എന്താണ് ചെയ്യുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരുന്നു. ഓക്കെ, അപ്പോൾ കിട്ടിയ ഒരു റെസ്പോൺസിൽ വെച്ചിട്ട് എല്ലാവരും മാക്സിമം ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് ഇംഗ്ലീഷാണ്. വിൽ മിക്സ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ടുഗദർ. ഐ തിങ്ക് ഇറ്റ് വുഡ് ബി കൺവീനിയൻറ്റ്. ആർക്കെങ്കിലും അതിൽ ഏതെങ്കിലും ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ചാറ്റിൽ മറ്റേ സൂമിന്റെ ചാറ്റിലെങ്ങാണ്ട് ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് സ്കോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് പിന്നെ വി ക്യാൻ ചേഞ്ച് അക്കോർഡിംഗ്. എല്ലാവരും മലയാളം നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണെന്നുള്ളൊരു ധാരണയിലാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, സോ വിൽ മൂവ് ഓൺ. അപ്പോൾ നമ്മളിത് ഈ ഒരു സോഫ്റ്റ് സ്കിൽസ് ചെയ്യുമ്പോൾ എനിക്ക് ആദ്യം നിങ്ങളോടത്ത് എല്ലായിടത്തും ചോദിക്കാനുള്ള ചോദ്യം, ഹൂം ഡു യു വർക്ക് വിത്ത്? നിങ്ങൾ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണോ, അതോ മെഷീൻസ് മാത്രമായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണോ, അതോ ലോൺലി, അതായത് വേറെ ഇന്ററാക്ഷൻസ് ഒന്നും ഇല്ലാണ്ട് ലോൺ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണോ? ഹൗ ആർ യു? എങ്ങനെയാണ് നിങ്ങളുടെ ഒരു വർക്ക് നേച്ചർ? ബിക്കോസ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദിസ് സെഷൻ. അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആളുകളുമായിട്ടുള്ള ഇന്ററാക്ഷനിൽ വരുന്ന നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്കിൽസ് ആണ് നമുക്ക് സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത്. ടെക്നിക്കൽ സ്കിൽസിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമോഷൻ ഡസൻറ്റ് മാറ്റർ ടെക്നിക്കൽ സ്കിൽസിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി നീഡ് ടു ഹാവ് എ ഡീപ്പർ ടെക്നിക്കൽ നോളജ്. ആ ടെക്നിക്കൽ നോളജ് നമുക്ക് എത്ര ഡെപ്തിൽ ഉണ്ടോ അതാണ് ടെക്നിക്കൽ നോളജിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അതേസമയം സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുമ്പോൾ certain skills are important for making progress, efficiency, അതുപോലെ തന്നെ ടു ഗെറ്റ് ടു ദ പോയിന്റ്. നമ്മൾ ഏത് പോയിന്റിലേക്കാണോ എത്തുന്നത് ആ പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സോഫ്റ്റ് സ്കിൽസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഇപ്പൊ നമ്മളുടെ ഒരു വർക്കിംഗ് എൻവയോൺമെന്റ്, നമ്മളിപ്പോൾ ഏത് വർക്കിംഗ് എൻവയോൺമെന്റിലാണെങ്കിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ സോഫ്റ്റ് സ്കിൽസ് നമുക്ക് ഇന്ററാക്ഷൻസ് ഇല്ലാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോഷ്യൽ ലൈഫ് അല്ലെ, നമ്മളെല്ലാവരും സോഷ്യൽ ബീയിങ്സ് ആണ്, എല്ലാവരും സോഷ്യലി ഇന്ററാക്ഷൻ ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ആളുകളുമായിട്ട് നമുക്ക് സംസാരിക്കാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, അതാണ് സോഷ്യൽ. അതേസമയം പ്രൊഫഷണൽ വർക്കിൽ ഫോർ എക്സാമ്പിൾ ഒരു ഓപ്പറേറ്റർ ആണെങ്കിൽ മേ ബി ഹീസ് ഓൺലി ആക്ടിങ് വിത്ത് മെഷീൻസ്, ഇന്ററാക്ടിങ് വിത്ത് മെഷീൻസ്. അറ്റ് ദ സെയിം ടൈം വെൻ ഇറ്റ് കംസ് ടു എഞ്ചിനീയേഴ്സിന്റെ കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും ദർ വിൽ ബി എ ലോട്ട് ഓഫ് ഇന്ററാക്ഷൻസ്
down to the people who are doing supervision, supervisors, workers, people like that, and then up to the people who are your supervisors, your superiors, your peers, fellow engineers, ബാക്കിയുള്ള engineers. ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഒരു എൻവയൺമെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിവിൽ എഞ്ചിനീയർ ചെയ്യുന്ന ആളുകൾക്ക് ബാക്കി പിയേഴ്സ് ആയിട്ടുള്ള മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ്, ഇവരുമായിട്ടൊക്കെ നല്ല ഇന്ററാക്ഷൻ അത്യാവശ്യം. അതുപോലെ തന്നെ വർക്ക് ക്യാരി ഔട്ട് ചെയ്യുന്ന സൂപ്പർവൈസേഴ്സ്, ഇന്ററാക്ഷൻ വിത്ത് ദം, വർക്കേഴ്സ് ഹു ആർ ഡൂയിങ് ദ ജോബ് ആക്ച്വലി ഓൺ ദ ഫീൽഡ് ബൈ ഹാൻഡ്, അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ. നമ്മളുടെ കൺസ്ട്രക്ഷൻ മാനേജർ ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർവൈസേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ജനറൽ മാനേജേഴ്സ് ആയിട്ടോ ഓണർ ഓഫ് ദ കമ്പനി ആയിട്ടോ ഒക്കെ വേറെ ഇന്ററാക്ഷൻ ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് ഉണ്ടാവും. ഡിപ്പെൻഡ്സ് ഓൺ വേർ യു ആർ, ഹൂം യു ആർ, ഹൗ ആർ യു, വാട്ട് ഈസ് യുവർ കൈൻഡ് ഓഫ് ജോബ്. അതിനനുസരിച്ചിട്ട് ഇതൊക്കെ ചേഞ്ച് ആവും. അപ്പോൾ ആ അർത്ഥത്തിൽ എങ്ങനെയാണ് നമുക്ക് സോഫ്റ്റ് സ്കിൽസ് യൂസ് ചെയ്യുന്നത് എന്നുള്ള, അല്ലെങ്കിൽ അതിന്റെ ഒരു ആവശ്യകത എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ഇനി സോഫ്റ്റ് സ്കിൽസിൽ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഒരു മേജർ 4 സോഫ്റ്റ് സ്കിൽസ് മാത്രമാണ്. അത് ഷെയർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, ഒന്ന് നിങ്ങൾക്ക് ഒരു എല്ലാവർക്കും ഒരു അവയർനെസ് ഉണ്ടാക്കുക. ദീസ് ആർ ദ സോഫ്റ്റ് സ്കിൽസ് വിച്ച് വി വുഡ് ലൈക്ക് ടു ലുക്ക് അറ്റ് ആസ് എ പ്രൊഫഷണൽസ്. നമ്മുടെ ഒരു പ്രൊഫഷണൽ ഗ്രോത്തിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാവുന്ന ഒരു 4 മേജർ സോഫ്റ്റ് സ്കിൽസിനെ കുറിച്ചാണ് ഇവിടെ ഞാൻ ഇതാക്കുന്നത്. ദിസ് ഈസ് നോട്ട് എ പ്രൊഫഷണൽസ് ട്രെയിനിങ്, അങ്ങനെ പറയട്ടെ. ഇതൊരു ട്രെയിനിങ് സംഗതിയല്ല, ബട്ട് ഇറ്റ്സ് ജസ്റ്റ് ആൻ അവയർനെസ്. നിങ്ങൾക്ക് ഇതിന്റെ ഇൻഡെപ്ത് ട്രെയിനിങ്ങിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി ദ റൈറ്റ് പീപ്പിൾ ഹു ക്യാൻ ഡു ദാറ്റ് ഈസ് പീപ്പിൾ ഹു ആർ ഗുഡ് ഇൻ സൈക്കോളജി. സൈക്കോളജിയിൽ പ്രൊഫഷണൽ സൈക്കോളജി സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ അവരൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കോഴ്സുകൾ ഡെവലപ്പ് ചെയ്യുന്നതും. ബിക്കോസ് ദിസ് ഈസ് കംപ്ലീറ്റ്ലി റിലേറ്റഡ് ടു യുവർ ഇമോഷൻസ്, ദിസ് ഈസ് കംപ്ലീറ്റ്ലി റിലേറ്റഡ് ടു അനലൈസിങ് അതേഴ്സ് ഇമോഷൻസ് ആൻഡ് ഹൗ യു ആക്ട് അക്കോർഡിംഗ് ടു ദാറ്റ് ഇമോഷൻസ്. അപ്പോൾ അതിനെ കുറിച്ചുള്ളതാണ്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ താങ്ക് യു വെരി മച്ച് ഫോർ ഓൾ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദിസ്. അപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെജോറിറ്റി ഓഫ് us ആർ വർക്കിംഗ് വിത്ത് പീപ്പിൾ and majority of us have to work with people. There is no other option. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മളെ ബാക്കിയുള്ള ആളുകളിൽ നിന്ന് ഡിഫറെന്റ് ആക്കുന്ന, അല്ലെങ്കിൽ ലെറ്റ്സ് സേ എഫിഷ്യന്റ് ആക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ സോഫ്റ്റ് സ്കിൽസ് ആയിരിക്കും. ലെറ്റ്സ് ഗോ എ ലിറ്റിൽ ബിറ്റ് ഇൻടു ദിസ് പാർട്ട്. സോ നൗ കമ്മിങ് ഇൻടു ദ ഫസ്റ്റ് പാർട്ട്, അണ്ടർപിന്നിങ് നോളജ്. ഇവിടെ പിന്നെ ഐ വുഡ് ലൈക്ക് യുവർ തോട്ട്സ് ഓൺ ദിസ്. നിങ്ങൾ ഇതിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ അനോണിമസ് ആണ്. യു ഡോണ്ട് ഹാവ് ടു പുട്ട് യുവർ നെയിം ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ജസ്റ്റ് പുട്ട് യുവർ തോട്ട്സ്. വാട്ട് ഡു യു മീൻ ബൈ അണ്ടർപിന്നിങ് നോളജ്? എന്താണ് നിങ്ങളുടെ ഒരു ഐഡിയയിൽ അണ്ടർപിന്നിങ് നോളജ് എന്ന് പറയുന്നത്? എന്താണ്? വാട്ട് ക്യാൻ യു സേ അബൌട്ട് അണ്ടർപിന്നിങ് നോളജ്? ഹാവ് യു ഹേർഡ് അബൌട്ട് ദിസ്? നിങ്ങൾ ഇത് എവിടെയെങ്കിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് യുവർ തോട്ട്സ്? നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് വിചാരിക്കുന്നത്? ഹൗ ഡു യു ഡിഫൈൻ അണ്ടർപിന്നിങ് നോളജ്? എന്താണ് നിങ്ങളുടെ ഒരു ഡെഫിനിഷൻ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഔട്ട് ഓഫ് ദിസ്? ഇനി ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി പറഞ്ഞുതരാം. പിന്നെ നിങ്ങളെ റെസ്പോൺസസ് വിട്ടു. നമുക്ക് ഇത് സ്ക്രീൻ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ പിന്നെ ഫിൽ ആകുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഞാൻ അതുവരെ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. അത് നമ്മൾ ഇന്റർവ്യൂ പ്രോസസ് ഒക്കെ നടക്കുമ്പോൾ, ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഇന്റർവ്യൂസ്. പക്ഷെ ഇപ്പോഴത്തെ ഉള്ള ലേറ്റസ്റ്റ് ട്രെൻഡ് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, rather than technical skills, people are trying to understand how this person is. എന്താണ് ഈ ഒരു ഇൻഡിവിജ്വലിന്റെ, whoever is the applicant, അയാളുടെ ഒരു തോട്ട് പ്രോസസ് എങ്ങനെയാണ് അയാൾ കാര്യങ്ങൾ ചിന്തിക്കുന്നത്? ഹൗ ഡു ഹി അനലൈസ് തിങ്സ്? ഹൗ ഡു ഹി ലേൺ തിങ്സ്? എങ്ങനെയാണ് ഇയാൾ ഒരു കാര്യം പഠിക്കുന്നത്? അയാൾ എങ്ങനെയാണ് ഒരു കാര്യം പിന്നെ കോംപ്രഹെൻഡ് ചെയ്യുന്നത്? അയാളുടെ ഇൻഡെപ്ത് നോളജ് എങ്ങനെയാണ് പോകുന്നത്? അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇന്റർവ്യൂ പ്രോസസ്സിലൊക്കെ നമ്മൾ rather than just knowing his technical aspects, we are looking at his ability as an individual, as a human being. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് പിന്നെ അയാളെ അനലൈസ് ചെയ്യാനും അയാളെ ഏത് പൊസിഷനിലേക്ക് ഏത് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിനും ഒരു ഐഡിയ കിട്ടും. കാരണം ഇറ്റ്സ് കംപ്ലീറ്റ്ലി അബൌട്ട് അനലൈസിങ് എ പേഴ്സൺ. നമുക്ക് ഇവിടെ കപ്പിൾ ഓഫ് റെസ്പോൺസസ് ഉണ്ട്. ആൻഡ് താങ്ക് യു ഫോർ എവരി വൺ ഹു ഹാവ് റെസ്പോണ്ടഡ്. നമ്മള് we are engineers. If we want to be different from others, we need to come out. നമ്മളെ ഷെല്ലിൽ നിന്ന് പുറത്തു വന്ന്, and this is anonymous. ഇത് അനോണിമസ് ആണ്, നിങ്ങൾ പേര് പോലും ഇടണ്ട. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണോ ഫസ്റ്റ് തോട്ട് നിങ്ങളുടെ വരുന്നത്, there is nothing such kind of saying that it's a bad idea. അങ്ങനെ ഒരു സംഗതി ഇല്ല. Okay, so go ahead and just do it.
You should be free for yourself to go ahead and express yourself. So നമുക്ക് ഒരു റെസ്പോൺസ് നോക്കാം. Knowledge that you have within yourself unexplored. Okay, very good. Knowledge and skills within yourself and which is not yet polished. Okay, similar. Key ideas required by all participants. Okay, any other ideas? Somebody want to put something? Knowledge which we won't share to others. Okay, basic knowledge to be shared for better development of the firm. Okay, any more? ഇക്കണ്ട ഇത്രയൊക്കെ പ്രൊഫഷണൽസ് നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടായിട്ട് ആകെ 5 റെസ്പോൺസ് ആയിട്ട് It's too bad. 38 members ഉണ്ട് ഇവിടെ participate in the soft skills. Okay, ഇത് നമ്മുടെ എഞ്ചിനീയേഴ്സ് ഫോറത്തിന് നമ്മൾ ശരിക്കും ഒന്ന് ബൂസ്റ്റ് ചെയ്യേണ്ടതില്ലേ. 38 പാർട്ടിസിപ്പൻസ് എനിക്ക് ആകെ കിട്ടിയത് 6 റെസ്പോൺസസ് ആണ്. I hope there are at least experienced people who are attending this. Some experienced people. I would expect more to be beginners, but at the same time, they can even share their own ideas. Absolutely not a problem. അപ്പൊ അത്രേ ഉള്ളൂ അല്ലേ? Okay, we need to come out of our shells. Okay, നമ്മൾ എവിടെയാണോ? Repeat question. Question അവിടെ തന്നെ ഉണ്ട്. The underpinning knowledge. What are your thoughts? Underpinning knowledge എന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് മാത്രമാണ് ചോദ്യം. And knowledge understanding the root. Let me see if I can drag this. Knowledge of understanding the root cause of an issue. Okay, right. Now next slide like പോവാം. So underpinning knowledge. Underpinning knowledge നമ്മൾ സാധാരണ ഒരാളെ അനലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരാളെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളുടെ ഫങ്ഷണൽ ആൻഡ് ടെക്നിക്കൽ നോളജ്. ഓക്കെ, ഹാവിങ് എ ഫങ്ഷണൽ ആൻഡ് ടെക്നിക്കൽ നോളജ് ആൻഡ് സ്കിൽ ടു ഡു ജോബ് അറ്റ് ഹൈ ലെവൽ ഓഫ് അക്കംപ്ലിഷ്മെന്റ്. നമ്മൾ സാധാരണ ചോദിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരാളെ അനലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സംഗതികൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ്, നിങ്ങൾക്കൊരു പ്രോബ്ലം വരുമ്പോൾ, നിങ്ങൾ ഒരു ടെക്നിക്കൽ ഇഷ്യൂ വരുമ്പോൾ, ഒരു എക്സാമ്പിൾ തരാൻ, അതായത് ഹൗ ഡു യു ഹാൻഡിൽ സച്ച് എൻ ടെക്നിക്കൽ ഇഷ്യൂ, നിങ്ങൾ എങ്ങനെയാണ് ആ ടെക്നിക്കൽ ഇഷ്യൂനെ ഹാൻഡിൽ ചെയ്തത്. അപ്പൊ നമ്മളുടെ ഡെപ്ത് ഓഫ് നോളജ്, അതായത് നമ്മൾ ഒരു ടെക്നിക്കലി, ഫോർ എക്സാമ്പിൾ ഐ ആം സേഫ്റ്റി, മൈ എക്സ്പീരിയൻസ് ആൻഡ് മൈ എക്സ്പെർട്ടീസ് ഈസ് ഇൻ സേഫ്റ്റി. അപ്പൊ എന്റെ ആ ഒരു സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ സേഫ്റ്റി ഇഷ്യൂസ്, അങ്ങനെയുള്ള ഒരു ടെക്നിക്കൽ ആസ്പെക്ട്സിൽ ഞാൻ എങ്ങനെയാണ് ഒരു പ്രോബ്ലം ഹാൻഡിൽ ചെയ്തത് എന്നുള്ളതാണ്. അപ്പൊ ഞാനൊരു പ്രോബ്ലം ഡിസ്ക്രൈബ് ചെയ്യും, ആ പ്രോബ്ലം ഞാൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, ഹൗ ഡിഡ് ഐ അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം, ഹൗ ഡിഡ് ഐ പുട്ട് ദ തോട്ട്സ് ടുഗദർ, എന്റെ വേ ഓഫ് തിങ്കിങ് എന്താണ്, എങ്ങനെയാണ് ഞാൻ അനലൈസ് ചെയ്യുന്നത്, ഹൗ ഡിഡ് ഐ ഫൈൻഡ് ദ റൂട്ട് ഓഫ് ദ പ്രോബ്ലം, ഹൗ ഡിഡ് ഐ ഫിക്സ് ദാറ്റ് പ്രോബ്ലം, വാട്ട് ഹെൽപ്പ് ഡിഡ് ഐ യൂസ് ടു ഫിക്സ് ദാറ്റ് പ്രോബ്ലം. ഇതൊക്കെയാണ് നമ്മൾ ഒരു അണ്ടർപിന്നിങ് നോളജ് എന്ന് പറയുന്ന സംഗതിയിൽ. എങ്ങനെ വെച്ചാൽ നമ്മൾ ഒരു നമ്മളുടെ ഫീൽഡ് ഓഫ് എക്സ്പെർട്ടീസിൽ നമുക്ക് ഉണ്ടാകുന്ന ഇൻഡെപ്ത് നോളജ്, ഇൻഡെപ്ത് ആസ്കിങ് വൈ, യു ആസ്ക് ഫോർ വൈ. ഇപ്പൊ നമ്മളിപ്പോ കോഡ്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഒരുപാട് പഠിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ. അപ്പൊ ഈ കോഡ്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് why are they in place, how did they come into that particular codes and standards. When we are talking about, okay, we have to test a pressure to 125%, why 125%, why it is not 150%, why it's not 75%, why it's not 200%, why can't it be at 200%. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് നമ്മൾ പഠിക്കുന്ന സ്റ്റാൻഡേർഡ്സിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതിന്റെ ഇൻഡെപ്തിലേക്ക് നമ്മൾ പോവാണ്. ഓക്കെ, വാട്ട് ഈസ് ദ തോട്ട് പ്രോസസ്, ഇത് എങ്ങനെയാണ് ഈ സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ എത്തുന്നത്, വാട്ട് വാസ് ദ സ്റ്റഡി ബിഹൈൻഡ് ഇറ്റ്, ഈ ഒരു പ്രോസസ്സ്. ഓക്കെ, അങ്ങനത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്ന ആളുകൾക്ക് ദേ ക്യാൻ ഫിക്സ് ദ പ്രോബ്ലം ഫാസ്റ്റർ. കാരണം എന്താണെന്നല്ലോ, ദേ ഹാവ് ദ റൂട്ട് ഓഫ് ദ ഇഷ്യൂ. അവർക്ക് ഏത് പ്രോബ്ലംസ് വന്നാലും, എന്ത് ട്രബിൾ ഷൂട്ടിംഗ് ഇഷ്യൂസ് വന്നാലും, they will have an answer, they will understand the problem very easily. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തിയററ്റിക്കലി ആ ഇഷ്യൂസ് എന്തൊക്കെയാണെന്നും എങ്ങനെയാണെന്നുള്ളതും, അതുപോലെ തന്നെ എങ്ങനെയാണ് അതിന്റെ ആ റൂട്ട്, ആ പ്രോബ്ലത്തിന്റെ റൂട്ടിലേക്ക് എത്തേണ്ടതെന്നുള്ളതും വളരെ ക്വിക്കായിട്ട് അറിയാൻ പറ്റും. അങ്ങനത്തെ ആളുകൾക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ they are very objective, they are very logical in thinking, they have got very good analytical skills. അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് നമുക്ക് എപ്പോഴും എങ്ങനെയായിരിക്കും, they always are part of a solution of the problem rather than part of creating a problem. Well, നമ്മൾ സാധാരണ individuals, professionals are two types. One are people who create problems, who are part of the problem,
and second are people who solve the problem, who are part of the solution of the problem. When അങ്ങനെ നമ്മൾ പ്രൊഫഷൻസ് ആക്ച്വലി 2 ടൈപ്പാണ്. അപ്പോൾ നമ്മൾ ഏത് സൈഡിലാണ് നിൽക്കേണ്ടത് എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യണം. ആ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ആക്ച്വലി അണ്ടർപിന്നിങ് നോളജ്. അപ്പോൾ നമ്മൾ whichever field we are, we need to make sure that we go into the depth of that, have a deep understanding on why processes are designed in order to deliver outcomes. അതായത് നമുക്ക് ആ നമ്മളുടെ പ്രോസസ്സസ് നമ്മൾ ചെയ്യുന്ന പ്രോസസ് ഒക്കെ എന്തുകൊണ്ടാണ്, why that is in place, why is that in place in that way, why it is not in a different way എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എന്ത് ഈ പ്രോസസ്സ് എങ്ങനെയാണ് കൊണ്ടുവന്നതെന്നും എങ്ങനെയാണ് അതിന്റെ സ്റ്റഡി പ്രോസസ്സ് കൊണ്ടുവന്നതെന്നും എങ്ങനെയാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നുള്ള ഒരു ഐഡിയ കിട്ടും. അത്രയും ഐഡിയകൾ കിട്ടിക്കഴിഞ്ഞാൽ മൊത്തം പ്രോസസ്സിന്റെ A to Z കാര്യങ്ങൾ നമ്മൾ എന്താണ് കംപ്ലീറ്റ്ലി ഇൻഡെപ്ത് നോളജിൽ നമ്മൾ ഇൻവോൾവ് ആയി. ഇനി ആ ഒരു പ്രോസസ്സിൽ ഏതൊരു പാർട്ടിലും ഇഷ്യൂ വന്നാലും നമുക്ക് ഉടനെ എന്ത് ചെയ്യും, ആ മൊത്തം പ്രോസസ്സ് നമുക്ക് ഓർമ്മ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിലുണ്ട്. കാരണം നമ്മൾ അത് വി ഡിഡ് നോട്ട് ബൈ ഹാർട്ട് ഇറ്റ്, വി അണ്ടർസ്റ്റുഡ് ദാറ്റ് പ്രോസസ്. ആ പ്രോസസ്സ് ഉണ്ട്, നമുക്കത് മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, ഇത് ഇങ്ങനെ പോയപ്പോൾ ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്തുകൊണ്ടെന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരാൻ കാരണം എന്നുള്ളത് നമുക്ക് ക്വിക്കായിട്ട് മനസ്സിലാവും. ദ ഫസ്റ്റ് step to understand solution to a problem is to understand the problem. അല്ലെ, നമുക്ക് ആ പ്രോബ്ലം എന്താണെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലായാൽ മാത്രമേ നമുക്ക് അതിന്റെ സൊല്യൂഷനിലേക്ക് എത്താൻ കഴിയൂ. So having an in-depth knowledge is absolutely important. Use rigorous logic methods to solve difficult problems with effective solutions. അത് നല്ല രീതിയിൽ ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കിയ ആളുകൾക്ക് മാത്രമേ അങ്ങനെ റിഗറസ് ആയിട്ട് ലോജിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് പ്രോബ്ലംസ് അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. Can see hidden problems. അതാണ് വേറൊരു ബെനിഫിറ്റ്. അതായത് നമ്മൾ വിസിബിളി കാണുന്ന പ്രോബ്ലംസ് അല്ലാണ്ട് വാട്ട് ഈസ് ഹൈഡിങ് ബിഹൈൻഡ് ഇറ്റ്. Certain machines are not openable, right? Certain processes are not seen what is inside. We can only see it from outside. They only give indications. നമുക്ക് ചില ഇൻഡിക്കേഷൻസ് മാത്രമേ അത് തരുള്ളൂ. അപ്പൊ ആ ഇൻഡിക്കേഷൻസ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാവുന്നത് വാട്ട് ഈസ് ഹിഡൻ ബിഹൈൻഡ് ഇറ്റ്, എന്താണ് റൂട്ട് ഓഫ് ദ പ്രോബ്ലം, സോ ദാറ്റ് വി ക്യാൻ ഫിക്സ് ഇറ്റ്. Is excellent at honest analysis, looks beyond the obvious and doesn't stop at the first answers. അപ്പൊ നമുക്ക് പിന്നെ ഫസ്റ്റ് കിട്ടുന്ന ഒരു ആൻസർ അതിൽ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. ഓർ വി ഷുഡന്റ് സ്റ്റോപ്പ് ലുക്കിംഗ് ഫോർ ഫർദർ ഇഷ്യൂസ്. There could be connected issues, there could be connected problems. എന്താണോ ഇവിടെ ഏതാണോ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇഷ്യൂസ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വി ഓൾവേസ് വിൽ ബി ലൈക്ക് വെരി വെരി ക്യൂരിയസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ ക്യൂരിയസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ ഇൻഡെപ്ത് പ്രോബ്ലംസിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനത്തെ ഒരു ദാറ്റ് ഈസ് വൺ ഓഫ് ദി സോഫ്റ്റ് സ്കിൽ വിച്ച് വി ആർ ലുക്കിംഗ് അറ്റ് പീപ്പിൾ. നമ്മൾ ഇപ്പോഴത്തെ ഒരു മോഡേൺ വേൾഡിൽ പ്രൊഫഷണൽസിനെ നോക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് അണ്ടർപിന്നിങ് നോളജ്. See, this is just snaps of what I have understood, or let's say I have put together, but it doesn't stop here. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇങ്ങനെ മനസ്സിലാക്കി ഞാൻ ഈ പറഞ്ഞ സംഗതിയിൽ മാത്രം മനസ്സിലാക്കാണ്ട് അണ്ടർപിന്നിങ് നോളജ് എന്ന് പറയുന്ന സ്കില്ലിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യണം, റിസർച്ച് ചെയ്യണം. Go in depth and understand what it is. Be a good engineer in knowing your process, whatever you are expertise on. Make sure that you understand your process. Why is it in place? Ask if you have a standard. Or standard നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ask why at least 3 times. I would go for 5 times, but at least 3 times, so you know why it came in place. എന്തുകൊണ്ടാണ് അത് വന്നത്, എവിടുന്നാണ് അത് വരുന്നത്, എന്തായിരുന്നു അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്റ്റഡീസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Every time when you are encountering a problem, if you do this, let's say in a year time, you will be at least having understanding about at least 10 processes, and that would make you a better engineer than others, and that makes you different from others, and that makes you more valuable an engineer than other people. Okay, so let's go into the next part. So idana oru second thought aayittu njan kodutittulladu, അല്ലെങ്കിൽ സ്കിൽ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് സ്ട്രാറ്റജിക് തിങ്കർ. So what do you mean, what do you understand by strategic thinker? You can put your answers. Again, strategic thinking is one of the skills which we look into people. If I am an interviewer, I would look people who are having strategic thinking skills, and we have നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എങ്ങനെ നമുക്കിത് അനലൈസ് ചെയ്യാൻ വേണ്ടി അവരോട് ചോദിക്കാൻ പറ്റുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ അവർക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ഇട്ട് കൊടുക്കുമ്പോൾ അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന്, സോ ഐ എം ലുക്കിംഗ് ഫോർ റെസ്പോൺസസ്. ഓക്കെ, at the same time I'm talking, but I would like to get some responses on this. നിങ്ങളുടെ തോട്ട് എന്താണെന്ന് മാത്രം ഇട്ടാൽ മതി.
is not wrong, it is not right, absolutely not a problem. The one who can solve easily a problem using critical thinking, okay, good. Someone who does a strategic approaches to the issues, very good. Taking initiative or pitching ideas, fine. Person who will take actions based on the current issue in front, okay, good. This time I think it has got improved. Responses so very well done. At least we are, learning on the process, which is really good. Eagle eye view of a situation or problem, very good. Thinking outside the box to crack the issue, good. Yeah, more ideas. I think there are 40 resourceful engineers out there. Need to see more. Think practically based on history. Okay. Our ideas to be sharp and protruding. Very good. Looking for more. Planning, thinking ahead and getting things executed. Yep, very well. Good thought. Spontaneously managing the situations for better solution. The person who thinks and reaches to the base or root cause. Methodological approach in solving problem. All very good thoughts. Really, really well. I'm really happy in the sense the responses have increased and the thoughts are coming out, which really is good. These all are, points to eat for your brain. I'm a strategic thinker. Explore we are trying to, enhance your thinking, ideas, probing up ideas, result-oriented plan. Okay, very good. More things, more in nature. Any different ideas? Strategic thinker. Okay, let's go into it. Okay, so thank you all for responding, because these all are really important. It just shows me that you people are actually thinking about it, which is really good. So one part of this is, see, again, I'm not saying anybody is wrong or right. Okay, these all are things which I was able to gather and put forward for you to think more on it. When ഞാൻ എനിക്ക് കിട്ടിയ ഐഡിയാസ് എല്ലാം കൂടി കൊളേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ വെക്കണമെന്നേ ഉള്ളൂ. Long-term consequences of their action. ഇത് ഒരു പാർട്ടാണ്. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു ആക്ഷൻ, നമ്മളൊരു ഡിസിഷൻ മേക്കർ ആണെങ്കിൽ, I think there will be people who are leaders here, who are leading a team, probably a department, maybe a company, I don't know, but there will be people who are leading at least one person, two person, maybe more people, right? But നിങ്ങളുടെ action, your thought process, your actions are going to affect maybe 1, maybe 2, maybe 5, maybe 10, maybe 100. It definitely matters. അപ്പോൾ നിങ്ങൾ എങ്ങനെ think ചെയ്യുന്നു, നിങ്ങൾ എന്ത് think ചെയ്യുന്നു, what is the long-term consequence of your actions? If you are going to make a change, does that change reflect other people? Is that going to affect other people? How is that going to, positively, negatively? How is that going to affect the company? Because it's all about companies, right? Profit and loss. So there are a lot of companies who have got values as well, not only profit and loss, but at the same time, if you are making huge loss to a company while making a decision, then that's going to be a problem. അതുപോലെ തന്നെ നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ maybe it is good for the company, but it might not be good for the people who are working there. So we have to think about it. നമ്മൾ അത് ശരിക്കും ആലോചിക്കണം, കാരണം അതിൽ നിന്നാണ് നമുക്ക് കമ്പനിയുടെ എഫിഷ്യൻസി വരുന്നത്. On a short note, it would be beneficial, showing more profit for the company. At the same time, long run il adu beneficial aayirikula, because people will start leaving. Karanam ningal edutha action, they might not be happy to stay with the company anymore. So you have to be really careful about this part. About long-term consequences, when you are taking a decision, think about your long-term consequence. If I take this decision, who are the stakeholders? Who are the people who are getting it affected? How does it affect positively? How does it affect negatively? How does it affect the company? How does it gives results for the company on a long term, or for your process, or for your department? How does it get result on a long term? So you have to think about all of these. Decisions are sustainable and underpin core values and safe choices.
നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻസ് എന്തായാലും സസ്റ്റൈനബിൾ ആയിരിക്കും. സസ്റ്റൈനബിൾ മീൻസ് ഇറ്റ് ഷുഡ് സ്റ്റേ ദേ ഫോർ ലോങ് ടൈം, പ്ലസ് ഇറ്റ് ഷുഡ് നോട്ട് നെഗറ്റീവ്ലി എഫക്ട് ലോട്ട് ഓഫ് പീപ്പിൾ. അതാണ് സസ്റ്റൈനബിൾ സൊല്യൂഷൻ. ഇപ്പോൾ അത് നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷൻ അത് സസ്റ്റൈനബിൾ അല്ലാണ്ടിരിക്കുന്നത് എപ്പോഴാണ്? when people are not happy about it, because then there are trouble starting. കാരണം നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് റൈറ്റ് അല്ല എന്നുണ്ടെങ്കിൽ there will be voices coming across. ചലഞ്ച് ഓക്കെ, സോറി, ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് വിചാരിച്ചു. പിന്നെ അപ്പൊ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് സസ്റ്റൈനബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ ഷുഡ് ബി we should be able to convince other people about this, so that makes it sustainable. നമ്മുടെ കമ്പനിയുടെ കോർ വാല്യൂസ് ഉണ്ടെങ്കിൽ ആ കോർ വാല്യൂസിനെ പിൻ ചെയ്യുന്ന രൂപത്തിലായിരിക്കും, അണ്ടർ പിൻ ചെയ്യുന്ന രൂപത്തിലായിരിക്കും. ഇറ്റ് ഷുഡ് ഇൻസ്റ്റിൽ ഇറ്റ്. ആ അണ്ടർ വാല്യൂസിനെ എല്ലാം നമ്മൾ പിന്നെ ഒന്നും കൂടി ഉറപ്പിക്കുന്ന രൂപത്തിലായിരിക്കണം നമ്മൾ എടുക്കുന്ന സേഫ് ചോയ്സസ് ആയിരിക്കും. It should not affect the life of people, safety of people, health of people. So we should think about all of this. Use rigorous logic and methods to solve difficult problems with effective solutions. So അത് നമ്മൾ ഇതിന്റെ മുമ്പ് ഡിസ്കസ് ചെയ്ത സെയിം പോയിന്റ് ആണ്, സ്ട്രാറ്റജിക് തിങ്കിങ്ങിലും വരുന്നുണ്ടെന്ന് മാത്രം. Able to recognize your limitations and still be able to stretch people to exceed their expectation without pushing them beyond the limits. It's a very difficult one, right? അപ്പൊ ഞാൻ ആ പറഞ്ഞ ഒരു സംഗതി എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് വൺ. ഇപ്പൊ നമ്മുടെ ലിമിറ്റേഷൻസ് എന്താണെന്ന് നമുക്കറിയാം. ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ ഹെഡ് ഓഫ് എ ഡിപ്പാർട്ട്മെന്റ് ഓർ ലെറ്റ്സ് സേ ഹെഡ് ഓഫ് എ ടീം, റൈറ്റ്, you will be given resources which is very limited, and then you will be asked to achieve the maximum result, and that makes it more difficult. So when you do that, there are a couple of methods how we do this, right? നമുക്ക് ഇപ്പൊ റിസോഴ്സ് കുറഞ്ഞ റിസോഴ്സ് കൊണ്ട് നമുക്ക് മാക്സിമം പിന്നെ എഫിഷ്യൻസി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് couple of methods ഉണ്ട്. ഒന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രഷറൈസ് പീപ്പിൾ. Okay, but that does not be sustainable. Sustainable അത് സസ്റ്റൈനബിൾ സൊല്യൂഷൻ ആവില്ല, അല്ലെ? അത് നമ്മുടെ ഡിസിഷൻ സസ്റ്റൈനബിൾ ആവില്ല. പിന്നെ വി ഷുഡ് ബി ഏബിൾ ടു കൺവിൻസ് പീപ്പിൾ. നമ്മൾ ബാക്കിയുള്ളവരെ കൺവിൻസ് ചെയ്യാൻ നമുക്ക് പറ്റണം നമ്മളുടെ ഡിസിഷൻ മേക്കിംഗിൽ. അല്ലെങ്കിൽ ഈവൻ ഇഫ് ഇറ്റ് മൈറ്റ് ബി എ decision from a higher management, we should be able to convince people for what is expected out of them. Matralla, we should be making them comfortable so that they can be coming out of with maximum efficiency. So നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ടീമിന്റെ നമുക്ക് റിസൾട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ they should be comfortable. They should be comfortable doing their job. They should be free to do their job. We shouldn't be doing the we are giving them less resources and we are asking them more output from this. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ അവരെ കംഫർട്ടബിൾ ആക്കണം. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ തിങ്ക് ചെയ്യണം. when we are making a decision, how can we achieve this? We have got limited resources, we have got a limited team. What is the limitations of our team or ourselves when we are trying to take responsibility or let's say take a task, and thinking about the achievement. നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ എന്താണെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ ഇത്രയും ഫാക്ടേഴ്സിനെ കുറിച്ച് അറ്റ്ലീസ്റ്റ് നമ്മൾ അവെയർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളെ റിസോഴ്സിനെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്ത് മാക്സിമം ഔട്ട്പുട്ട് അല്ലെങ്കിൽ എഫിഷ്യൻസിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അപ്പൊ അതിനെന്താ വെച്ചാൽ നമ്മുടെ ലിമിറ്റേഷൻസ് നമ്മൾ അറിയണം, നമ്മുടെ ടീമിന്റെ ലിമിറ്റേഷൻസ് നമുക്ക് അറിയണം. നമുക്ക് ആൾക്കാരെ ബൈ കൺവിൻസിങ് ദം സ്ട്രെച്ച് ചെയ്യാൻ നമുക്ക് അവരെ കൊണ്ട് പറ്റണം. And at the end of the day, we should make all of them happy so that they can give us more output. Challenge people to think through the strengths and weaknesses of plans to be able to select the right path and forward contingencies. So now already decision making, it's really good to have a meeting with the team, or let's say putting it out onto the team, right? It's a strategic way. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമുക്കൊരു ഡിസിഷൻ ഉണ്ടാക്കണം, but we are making it team's decision. നമ്മളുടെ ടീമിനെ വിളിച്ചു, we are putting the problem in front of them, taking good ideas out of them, putting it into a strategy and making a path forward. അതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ when it is a team's decision, they will take ownership of that decision. നമ്മളെ ഡിസിഷൻ എടുത്ത് നമ്മളുടെ ടീമിനോട് പറയണത് okay, go ahead and do this എന്ന് പറയുമ്പോൾ it might not be their decision, right? And you might get issues out of this. So on a strategic thinking,
സ്ട്രെങ്സും വീക്ക്നെസ്സും ഒക്കെ നമുക്ക് നമ്മളെ ടീമുമായിട്ട് ഷെയർ ചെയ്ത് നമ്മൾ അവരും കൂടി ഇൻവോൾവ് ആക്കുകയാണ് ഡിസിഷൻ മേക്കിംഗിൽ എന്നുണ്ടെങ്കിൽ it becomes a team decision and they will take the responsibility of that decision as well, and they'll try their maximum to make sure that it gets succeeded. So strategic thinking, inspire people to preserve their life or work balance. I'm just putting some safety aspects or let's say health aspects into this, right? People are not machines. Health and well-being, it's very important. Life and work balance ഉണ്ടാവണം എന്നുള്ളത് very important ആണ്. കാരണം if people are tired, if people are gloomy, moody when they come to work, they will not be efficient. Especially engineers case viraanennundengil, people who are engineers are, people who are making strategic decision എടുക്കുന്ന ആൾക്കാരാണ് engineers എന്ന് പറയുന്നത്. So അപ്പോൾ അവരുടെ ലൈഫ് വർക്ക് ബാലൻസ് ഇമ്പോർട്ടന്റ് ആണ്. അവർക്ക് they should have a work life, at the same time they should have a personal life which they enjoy. They went out, try to have minimum pressure within the team. Okay, health and well-being വരുന്ന സംഗതികളുണ്ട്. So in a nutshell, strategic thinking എന്ന് പറയുമ്പോൾ we have to have thoughts about a lot of aspects. അപ്പോൾ നമ്മളെ മാത്രം കുറിച്ച് ചിന്തിക്കുകയാണെങ്കിലും അല്ല, we are thinking about our whole team, then we have to think about all of these aspects, put that together, put it a good thought, see how you can make things forward and to move forward in that aspect. Okay, and this is one of the important one, which is called emotional intelligence, and I would really like to have your thought about this part. നിങ്ങളുടെ തോട്ട്സ് എന്താണെന്ന് വേഗം ഒരു 1 minute. And this is, for me, it is one of the important soft skill that you all should have. Emotional intelligence നെ കുറിച്ചുള്ള കോഴ്സസ് സൈക്കോളജിസ്റ്റ്, നല്ല ഫേമസ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റ്, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റ് ലിങ്ക്ഡിൻ ത്രൂ ഒക്കെ കോഴ്സുകൾ ചെയ്യുന്നുണ്ട് ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച്. If you get a chance to review those courses, I would really recommend it. So tell me, what is your thoughts about emotional intelligence? Have you heard about it? If you didn't hear about it, just put out your thoughts. നിങ്ങളുടെ തോട്ട്സ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്താൽ മതി. ലാസ്റ്റ് റെസ്പോൺസിൽ ശരിക്കും പറഞ്ഞാൽ നല്ല തോട്ട്സ്, എന്താ പറയുക, വെരി അഡ്വാൻസ്ഡ് തോട്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. I didn't want to spot out people, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. But approaching your issues without being trapped in an emotion. Oh, very good. Ability to understand the situation of your team. Ability to understand the situation. Okay. Ability to handle emotions. Absolutely. Understand the emotions of people around you. Yeah, very good. Emotions are part of humans, which help to make informed, experience-driven decision making. Absolutely. Yeah, expecting more. Understand your own emotions and direct and handle the same. Understand your own emotions and direct and handle the same. Yep. Really, yes. Nowadays, there is no value for emotional of human. I differ to that opinion, but let's see, and let's see how it goes. But thank you for putting that out. It's a good thought. Self-regulation in working environment. Self-regulation. Yeah, you can say that. Good one. Take every act based on your position, not personally. Okay. The ability to deal with constraints related to behavioral and emotional parameters. Use people emotions to find better solution. Okay. So time is limited, so I'll move on. But if there are more responses, which is so emotional intelligence, right? Okay, let's go through this and then we'll have a little bit of discussion on this. Is widely trusted. A person who is widely trusted, he is seen as a direct, truthful individual. He can represent, or he can present the truth in an appropriate and helpful manner. Keeps confidences, admits mistakes. Leadership quality, admits mistakes, doesn't misrepresent him or herself for personal gain. Personal gain, wrong information, wrong approaches,
humble and relentless in the pursuit, has the patience to hear people out, okay, can accurately restate the opinions of others even when he or she disagrees. Okay, I hope this is all easy for understanding. But at the same time, so for example, taking the part of widely trusted, profession, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, having a trusted person on a team or a supervisor or a manager is actually an absolute important thing. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തും പോയി ഷെയർ ചെയ്യാൻ, നമുക്ക് എന്തും പോയി എന്ത് ഐഡിയാസും പ്രസന്റ് ചെയ്യാൻ, അതുപോലെ തന്നെ തരുന്ന ഡിസിഷൻസ് ആബ്സല്യൂട്ട്ലി നമുക്ക് എടുക്കാൻ, ഇതിനൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ട്രസ്റ്റഡ് പീപ്പിൾ ആർ ഇറ്റ്സ് വെരി റിയലി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഒരു പ്രൊഫഷണൽ എൻവയോൺമെന്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, you can only make good relationship if you have trust on each other. My experience, and people might differ. You might have difference in opinion, but I'll tell my opinion, or let's say my experience in this. നമുക്ക് ഒരാളുമായിട്ട് നല്ല ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാവണമെങ്കിൽ we need to have mutual respect and trust. From trust, it comes to respect as well as to have a good relationship. Once the relationship built, then it is going to be much more easier to interact with people. So think about this in a process. You should be really trustworthy. Our engineers in the case for an see, engineers in the value in society and people trust us with many hell lot of things, right? നമ്മൾ ഇന്ന് ലൈഫ് ഈസിയർ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും എഞ്ചിനീയേഴ്സ് ഡിസൈൻ ചെയ്തതാണ്. And we trust their design, and that's why we are using it. We think that they are good engineers, they have done their enough homework and research so that it becomes safer for us to use a tool or anything which makes our life easier. ആ ഒരു ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് എഞ്ചിനീയേഴ്സിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുള്ളൂ, ക്രെഡിബിലിറ്റി ഉള്ളൂ. സോ ബിൽഡിംഗ് ട്രസ്റ്റ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഹംബിൾ ആൻഡ് റിലന്റ്ലെസ് ഇൻ ദ പർസ്യൂട്ട്, സി, അതൊരു ഭയങ്കര സ്കില്ലാണ്, ലീഡർഷിപ്പ് സ്കില്ലാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ people will look up to you, they will be honest, and they will open up to you to a lot extent. And when you are a strategic person, then you will collect all of these thoughts. നമുക്ക് ഈ തോട്ട്സ് ഒക്കെ നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ തോട്ട്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ദാറ്റ് ഗിവ്സ് യു എ ഫീഡ്ബാക്ക്. ഹൗ ഇസ് ഇറ്റ് ഗോയിങ്, വാട്ട് ഈസ് ഔട്ട് ദെയർ, ലോവർ ലെവലിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, how things are changing, how things are going around. There might be issues which we don't know. നമുക്കറിയാത്ത ഒരുപാട് ഇഷ്യൂസ് ചിലപ്പോൾ അവിടെ ഉണ്ടാവും, because people are not opening it up, so we can't know about it. അപ്പൊ നമ്മൾ മസിൽ പിടിച്ച് കിടന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇൻഫർമേഷൻസ് ഒന്നും നമുക്ക് കിട്ടില്ല. So we should be humble enough to make sure that we get informations, we get feedback, so that we can make changes accordingly, and this becomes more efficient. Our processes becomes more efficient. അപ്പൊ നമ്മളെ പെർസ്യൂട്ടിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഏതൊരു മെത്തേഡിലാണെങ്കിലും, നമ്മൾ ഏതൊരു പ്രോസസ്സിലാണെങ്കിലും, വി ഷുഡ് ബി ഹാവിംഗ് ദാറ്റ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ്. ഹാസ് ദ പേഷ്യൻസ് ടു ഹിയർ പീപ്പിൾ ഔട്ട്. അതാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ ഇതിൽ ഡിസ്കസ് ചെയ്ത സംഗതി അങ്ങനെ തന്നെയാണ്. സോ യു, ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് സേ യു ആർ ദി മാനേജിംഗ് ഡയറക്ടർ ഓർ ജനറൽ മാനേജർ ഓഫ് എ കമ്പനി, you should still be humble enough to listen to people. They might be bullshitting. Avaru parayunnathu completely out of line aayirikam, but we still have to have a patience to listen to them. Endanu vechal there might be something there which might need resolution. Adu company inde efficiency ku, company inde mele aalukalkulla trust ne, കമ്പനിയിലുള്ള ആളുകൾക്ക് നിങ്ങളുടെ മേലുള്ള ട്രസ്റ്റിന് ഇറ്റ്സ് all very important. അപ്പൊ നമ്മൾ അത്രയും ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ആളുകൾ, അതാണ് ഞാൻ ഫസ്റ്റ് ഇതിൽ കൊടുത്തിട്ടുള്ളത്, ഈസ് വൈഡ്ലി ട്രസ്റ്റഡ്. അപ്പൊ നമ്മളുടെ ട്രസ്റ്റ് ആണ് ഇതിന്റെ മെയിൻ ട്രിഗറിംഗ് പോയിന്റ്. നമ്മൾ ട്രസ്റ്റ് വർത്തി ഇൻ ഈച്ച് ആൻഡ് എവറി ഓപ്പർച്യൂണിറ്റി ദേ ഷുഡ് ഫീൽ ദാറ്റ് വി ആർ ട്രസ്റ്റബിൾ. നമ്മൾ ട്രസ്റ്റഡ് പേഴ്സൺ ആണെന്ന് ഫീൽ ചെയ്താൽ മാത്രമേ ഇത് സംഭവിക്കുള്ളൂ. ബിക്കോസ് വി ആർ ഗോയിങ് ടു ക്രിയേറ്റ് എ കൾച്ചറൽ ചേഞ്ച്. അപ്പൊ അത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് ബി ട്രസ്റ്റഡ്. റെക്കഗ്നൈസസ് ദ റൈറ്റ് ബിഹേവിയേഴ്സ്, അതായത് നമ്മൾ correct behaviors, അതായത് ആളുകൾ when they are doing the right thing, we should be able to appreciate them. We should be giving them a feedback saying that you did the right thing, absolute right thing, നിങ്ങൾ ചെയ്യുന്നത് വളരെ കറക്റ്റ് ആണ് എന്ന് കൊടുക്കുമ്പോൾ മാത്രമേ അവർക്ക് അത് വീണ്ടും വീണ്ടും ചെയ്യാൻ പറ്റുള്ളൂ. ഡിസ്കറേജസ്, അപ്രോപ്രിയേറ്റ്ലി ഡിസ്കറേജസ് റോങ് ബിഹേവിയർ, ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, റൈറ്റ്? അപ്പൊ നമ്മളുടെ ടീമിലുള്ള ഒരാൾ നമ്മളുടെ പിയർ ആണെങ്കിലും
ഒരാളോട് നമ്മൾ പോയിട്ട് പറയാണ് what you are doing is not correct. How difficult it is, അല്ലെ? വെരി വെരി ഡിഫിക്കൽട്ട്. ഒരാളോട് പോയിട്ട് അയാളുടെ മുഖത്ത് നോക്കി നമുക്ക് പറയാൻ പറ്റണം എന്ത് യു ആർ റോങ്. അത് എങ്ങനെ പറയും എന്നുള്ളിടത്താണ് കാര്യം. സി ബ്ലണ്ട്ലി നമുക്ക് ആർക്ക് വേണമെങ്കിലും ആരോട് പോയിട്ട് വേണമെങ്കിലും പറയാം യു ആർ റോങ്. ദിസ് ഈസ് വെരി ഈസി, റൈറ്റ്? ബട്ട് ദാറ്റ് ഡസന്റ് ബ്രിങ് എഫിഷ്യൻസി. ദാറ്റ് ഡസന്റ് മേക്ക് ഇറ്റ് ചേഞ്ച്ഡ്. ബിക്കോസ് every people are having emotions. They all carry emotions, right? അപ്പൊ ആ ഇമോഷൻസിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്ത് ആ ഇമോഷൻസിനെ അവർക്ക് എതിരാക്കാണ്ട് ഈ നമ്മൾ പറയുന്ന സംഗതിയെ അവരെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യിക്കുന്ന ആ പ്രോസസ് ഇന്റലിജൻസ്. സോ ഇഫ് ഐ പുട്ട് ഇറ്റ് ഇൻ എ നട്ട്ഷെൽ, if you know what to say, when to say that, how to say that, and how to make it much more efficient in saying that, and to make people to take action on what you're saying. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യം പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ. പോസിറ്റീവ് ഇറ്റ്സ് ഈസി ബിക്കോസ് എവരിവൺ ക്യാൻ ഡു ദാറ്റ്. എവരി പീപ്പിൾ ലൈക്സ് ടു ബി ഗിവിംഗ് ദം പോസിറ്റീവ് ഫീഡ്ബാക്ക്. എവരി പീപ്പിൾ ലൈക്ക് ഇറ്റ്. അത് ഹ്യൂമൻ നേച്ചറാണ്. അതേസമയം നെഗറ്റീവ് ഫീഡ്ബാക്സ് ഇറ്റ്സ് നോട്ട് ഈസി. അപ്പൊ നമുക്ക് ഒരാളോട് അത് എഫിഷ്യന്റ് ആയിട്ട് പറയാനും അത് എപ്പോ എങ്ങനെ ഏത് രൂപത്തിൽ പറയണം. ഇറ്റ് കുഡ് ബി അവർ സൂപ്പർവൈസർ, ഇറ്റ് കുഡ് ബി ദ ജനറൽ മാനേജർ ഓഫ് ദ കമ്പനി. ബട്ട് നോയിങ് ഹിം, അവന്റെ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ you have to know about yourself. നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ അറിയണം. What are we? How are our emotions works? How does when am I emotionally what is it called? നമ്മൾ ഇമോഷണലി പിന്നെ വൾണറബിൾ എപ്പോഴാണ്, ഇമോഷണലി സ്റ്റേബിൾ എപ്പോഴാണ് എന്നുള്ളത് നമുക്കൊരു സെൽഫ് അവയർനെസ് ഉണ്ടാവണം. അത് മാത്രമല്ല നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോൾ വി ഷുഡ് ബി ഏബിൾ ടു തിങ്ക് ത്രൂ ദാറ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത്, നേരത്തെ നമുക്ക് അതിൽ ഫീഡ്ബാക്കിൽ ഒന്ന് രണ്ട് ആൾക്കാർ absolutely they actually hit the point. അപ്പൊ നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് അതിനെ നമുക്ക് നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഡിസിഷൻ ചെയ്ത് സ്ട്രാറ്റജിക് തിങ്കിങ് എടുത്ത് അതിനെ ഹാൻഡിൽ ചെയ്യുന്നിടത്താണ് ഇമോഷണൽ ഇന്റലിജൻസിന്റെ പിന്നെ ഒരു എന്താ പറയുക സക്സസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇമോഷണൽ ഇന്റലിജൻസിന് റിസൈലിയൻസ് അങ്ങനെ കുറെ സ്കിൽസുകൾ ഉണ്ട് ഇമോഷണൽ ഇന്റലിജൻസ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ലിങ്ക്ഡിനിൽ അതിന്റെ നല്ലൊരു കോഴ്സ് ഉണ്ട്. നിങ്ങൾ അതിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ. നമുക്ക് എഞ്ചിനീയേഴ്സിന് ഒരുപാട് സിറ്റുവേഷൻസ് വരാനുണ്ട്. ചില മോസ്റ്റ് പ്രോബബ്ലി യു മൈറ്റ് ഹാവ് ഗോൺ ത്രൂ ഇറ്റ് ഓൾറെഡി. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ we might be given A, we might be given B, we might be given C, but with A, B, C we can't achieve D. Okay, അങ്ങനെ കുറെ നമുക്ക് സിറ്റുവേഷൻസ് വരാനുണ്ട്. So it would be extremely difficult. So we have to go and convince somebody who is not easy to get convinced. Okay, so we need to know how to handle this guy. അപ്പൊ നമ്മൾ നമ്മളുടെ ഇമോഷൻസിനെ പറ്റി അവെയർ ആയിരിക്കണം. We should be in control of our emotions. Then secondly, we are going to manipulate the guy who is in front of us, right? അപ്പൊ നമ്മൾ മുന്നിലുള്ള ആളെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ പറയുന്ന പോയിന്റിലേക്ക് അവരെ എത്തിക്കണം. അത് എത്തിക്കുക എന്ന് പറയുമ്പോൾ അയാൾ ഏത് ഇമോഷണൽ സ്റ്റാറ്റസിലാണ് ഉള്ളത് അത് മനസ്സിലാക്കി അതിന് വർക്ക് ചെയ്യുന്ന ഇമോഷണൽ സ്ട്രാറ്റജി എന്താണ് അത് മനസ്സിലാക്കി ആ ഇമോഷൻ സ്ട്രാറ്റജി വെച്ചിട്ട് വേണം ഇത് വർക്ക്ഔട്ട് ചെയ്യാൻ. സോ യു ഷുഡ് ബി റിയലി തോട്ട്ഫുൾ, യു ഷുഡ് ബി റിയലി തിങ്കിങ്, യു ഷുഡ് ബി റിയലി നോയിങ് യുവർ സെൽഫ് ആൻഡ് ദ പേഴ്സൺ ഹൂം യു ആർ ഡീലിംഗ് വിത്ത്. ഇഫ് യു ആർ ഡീലിംഗ് വിത്ത് എ ഗ്രൂപ്പ്, യു നീഡ് ടു നോ വാട്ട് ഈസ് ദ കൾച്ചർ ഓഫ് ദാറ്റ് ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിലുള്ള ഓരോ ആളുകളെയും എവിടെയാണ് നമുക്കിതിനെ സ്ട്രാറ്റജിക്കലി പ്ലേസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യണം. അങ്ങനെ അനലൈസ് ചെയ്ത് നമ്മുടെ ഇമോഷൻസിനെയും അവരുടെ ഇമോഷൻസിനെയും മനസ്സിലാക്കി അതിനെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് അവതരിപ്പിക്കാനും അത് ഏറ്റവും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഐഡിയസ് ആക്കി കൊണ്ടുവരാനും ചെയ്യുന്നിടത്താണ് ദ സക്സസ് റിയലൈസിംഗ് ഇറ്റ്. ഓക്കെ, it says it's easy to approach and talk to, spend the extra effort to put others at ease. അപ്പോൾ നേരത്തെ പറഞ്ഞത് പോയിന്റിലുള്ള അതിന്റെ ഒരു ക്ലിയർ ഡിസ്ക്രിപ്ഷൻ അപ്പൊ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ആ കാര്യം പറയുമ്പോൾ ഇറ്റ് മൈറ്റ് ബി നെഗറ്റീവ്, ഇറ്റ് മൈറ്റ് ബി അഗെയിൻസ്റ്റ് ദം, ബട്ട് സ്റ്റിൽ വി ആർ ഏബിൾ ടു ഈസിലി അപ്രോച്ച് ദം, talk to them easily, spends our extra effort. We might not hit the point directly, we might go around. Maybe we tell a story, നമുക്ക് സ്റ്റോറി പറയേണ്ടതുണ്ട്. ആ സ്റ്റോറി ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് അവസാനം അതിന്റെ എൻഡ് പാർട്ട് പറയുമ്പോഴായിരിക്കും പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാം ആ മാറ്ററിലേക്ക് എൻ്റർ ചെയ്യാം. സോ ഇറ്റ് ടേക്സ് ടൈം, ഇറ്റ് ടേക്സ് എഫേർട്ട്. You need to be really emotionally intelligent to have that. അപ്പൊ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്. Why is it important for engineers? Because we work with people, because we have to get our ideas across. If we believe in our idea, we need to make sure that they believe in our idea too. And making others believe in our idea is not an easy one.
അതുകൊണ്ട് തന്നെ നമുക്ക് ഇമോഷണൽ ഇന്റലിജൻസ് ആ അർത്ഥത്തിൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് സെൻസിറ്റീവ്, യു നീഡ് പേഷ്യൻസ്, you need to build rapport with other people, and we need to be a very good listener. അപ്പോൾ നമ്മൾ ഈ ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഒരു പാർട്ടിന്റെ ഭാഗം വെച്ചാൽ when we open a topic, there might be the opposite person might have a lot of things to say. So we should be patient enough to hear them out, listen it completely, analyze what they are saying, see where their emotional, balances are, and accordingly then we have to put our move so that they buy our idea and they come to the point where we are talking about. Because of their personal skill, is able to get informal and incomplete information in time to do something about it. Another part of the idea, ഇമോഷണൽ ഇന്റലിജൻസിന്റെ അപ്പോൾ നമ്മൾ അവരുടെ പേഴ്സണൽ സ്കിൽസും എബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. അപ്പോൾ അതിനെ അനുസരിച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജിയും ഐഡിയയും നമ്മൾ പുട്ട് ഫോർവേഡ് ചെയ്യുക. ബട്ട് ജസ്റ്റ് നോട്ട് ദിസ്, ഇമോഷണൽ ഇന്റലിജൻസ് ഈസ് ഗോയിങ് ടു ബി റിയലി ഇമ്പോർട്ടൻറ്റ് ഫോർ the community. I do interviews. When I do interviews, one of the things which I try to understand the people is emotional intelligence. We put series of questions to them and try to understand how do they act, react, and how do they handle things in an emotional way in certain situations. And this is important to understand that how good they are, how are they emotionally balanced, and that is important because people who are doing taking decisions and critical decisions, this is a very important one that affects companies, that can collapse the company, that can actually just shut down the company. Okay, the last one, this is going to be the last. I'll try to wrap this up in another 5 minutes. Conflict management, please give your thoughts and then we'll start talking about it. Waiting responses. I hope you're typing. We have got around 40 participants and I'm expecting some, good thoughts here with conflict management. Yeah, first one is here. Thank you very much. Use process skills and tools to manage disagreements. Okay. Set. More ideas? Thought process unification. Yeah. Any more? Managing unexpected situations. Managing unexpected situations in an appropriate and intelligent way. Okay. Determines on how well you manage the conflicts within your team, or it can even about managing conflict between your own thoughts on taking a final call. Very good. Good thought. Listen to all parties involved in conflict. Conduct root cause analysis. Okay. Hearing the issues from both ends and reacting in the cracked way. Okay. Managing disagreement and argument about something. Mutual understanding with each managers to avoid it. Manage your team or peer thoughts or actions to reach to the actual scope or requirement. Okay, very good. Okay, I'll jump into the part then. So it's conflict management, right? So very well thoughts. Absolutely nothing to say. You all are, you're all there in it. So നമുക്ക് conflict ഉണ്ടാകുന്ന ഒരുപാട് കേസുകൾ അല്ലേ? We have an idea, they have an idea, somebody else have an idea, we share our ideas, we don't agree with their ideas, they don't agree with our ideas, and then it comes to a point where either I get convinced so that I can accept his idea, or he get convinced and he can accept his idea,
Or it could be, well, let's agree to disagree, right? And it just goes away in that aspect. But നമ്മൾ ഒരു കോൺഫ്ലിക്റ്റിൽ എത്തുന്നതിന്റെ മുമ്പ് നമുക്ക് ഇമോഷണൽ ഇന്റലിജൻസ് നമുക്ക് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് when it goes to a conflict, then it is going to be bit more emotional and it bit more affects your ego. അപ്പൊ ആ പോയിന്റിലേക്ക് എത്തുന്നതിന്റെ തൊട്ട് മുമ്പാണ് ആക്ച്വലി നമ്മൾ ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ആ പോയിന്റിൽ നമ്മൾ ഇതിനെ ഹാൻഡിൽ ചെയ്ത് നമ്മൾ സക്സസ്ഫുൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ then it will not go into a conflict, because now when you are going into a conflict with somebody else, we need to make sure we have our homeworks done. നമ്മളുടെ ഹോംവർക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെന്നും അത് കറക്റ്റ് ആയിട്ട് നമ്മൾ പ്രോസസ് ചെയ്തിട്ടുണ്ടെന്നും മനസ്സിലാക്കുന്നിടത്താണ് നമ്മൾ കോൺഫ്ലിക്റ്റ് സക്സീഡ് ചെയ്യുന്ന ഒരു ഭാഗം. സെക്കൻഡ്ലി, വി ഷുഡ് ബി ട്രൂത്ത്ഫുൾ ടു അവർ സെൽഫ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ when we go into a conflict, I could be wrong, he could be wrong, but when the moment you understand that you are wrong, make sure that your emotional intelligence works out. You control your emotions of your ego, saying that I can't be wrong. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. We can be wrong, I can be wrong, you can be wrong, right? We all can be wrong. അത് നമ്മൾ ബേസിക്കലി അത് മനസ്സിലാക്കണം. We might be in the biggest position, but still we need to make sure that if we make a mistake, if I make a mistake, even if I'm in the biggest position, I should be able to say that I'm sorry, I made a mistake, that's wrong, you're right. Okay, that builds trust, that makes people trustable, because ഏതൊരാളും സ്വന്തം മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്യുന്നിടത്ത് he will become much more better and trustable in that organization. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് പോകുമ്പോൾ, so let's say we know that we are on the right part, then now this part is to make sure that the other guy gets convinced with this. So we lead a positive change as being normal and healthy. Okay, the positive change, positive route lo anadu kondupovan. The moment we start blaming the other guy, we are going to lose it. So ഇതൊരു കോൺഫ്ലിക്റ്റ് ആണല്ലേ. അപ്പോൾ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ്സോ അല്ലെങ്കിൽ ഒരു പ്രോസസ്സോ ഒക്കെ നമ്മൾ വായിച്ചും പഠിച്ചും നമ്മളുടെ എക്സ്പീരിയൻസിലും നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ we might have taken years to understand that, and then now another guy is coming and saying that it's not that way, how it is going to work, it is going to work this way എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ എക്സ്പീരിയൻസും നമ്മൾ പഠിച്ച സംഗതികളും ശരിയല്ല എന്ന് പറയുന്നിടത്താണ് ഇത് എത്തുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? We need to keep a positive thought, we need to control our emotions, again emotional intelligence. We need to be objective about it. We are going to trying to find out the truth rather than whether I am right or he is right. അങ്ങനത്തെ ഒരു പോയിന്റിൽ നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഈ കോൺഫ്ലിക്റ്റ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് at the end of the day we want a positive outcome. Whether I win, he win, there is nobody who is winning here. The team is going to win. അല്ലേ? അപ്പോ many of the conflicts are very much basic in ego issues. Very basic ego issues ആണ് പല കോൺഫ്ലിക്ട്സിന്റെയും മേജർ റീസൺ. ആളുകൾക്ക് മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാണ്ട് വരിക എന്നുള്ളതൊക്കെ. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ വെച്ചാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇമോഷണൽ ഇന്റലിജൻസിൽ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. സി we might take this conversation in a way that saying that you're right, okay, you're right about this part, but when it comes to this part where the difference comes is this way എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അതിനെ നമ്മൾ എങ്ങനെയാണോ അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നത്, യൂസിങ് അവർ ഇമോഷണൽ ഇന്റലിജൻസ്, we have to use that and make sure that their emotions, wherever they are standing at, we reach out into that particular emotion area and manage these situation. ബ്ലണ്ട്ലി നമ്മളിപ്പോൾ നമുക്ക് ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടെക്നിക്കൽ ഇഷ്യൂ ജസ്റ്റ് സ്റ്റാൻഡേർഡ് വെച്ച് നമുക്കത് ക്രോസ് ചെയ്യാൻ പറ്റുമായിരിക്കും, ബട്ട് ഇറ്റ് ഡസന്റ് ഹെൽപ്പ്. ഓക്കെ, സോ വി ഹാവ് ടു മാനേജ് ഇറ്റ് ഇൻ എ വേ ഹൗ ദ അതർ ഗൈ or the person who is in front of us does not feel that he's been insulted or his ego is being hurt or something like that. At the same time നമുക്ക് എന്താണ് നമ്മുടെ പോയിന്റ് വെരി പോസിറ്റീവ്ലി നമുക്ക് ടേബിളിൽ വെക്കാൻ പറ്റണം. View conflict resolution as learning opportunities. So if it is about our learning, nammalana by in an area where we are the person who is in mistake, we should be able to understand that this is a learning opportunity. So nammal adu manasilakkundorthana namukku even you could actually talk about it, right? So okay, we have a conflict over here, let's accept it, but let's understand that we are going to have a learning opportunity here. When this discussion ends, both of us are going to learn something out of it. Okay, keep it positive. Conflicts are absolutely something which we could make it positive. Why? Because
we are trying to find out the truth there. Read situations quickly before their own or other people's emotions take over. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. മറ്റേ ആളുടെ ഈഗോ അയാളെ ടേക്ക് ഓവർ ചെയ്യുന്നതിന്റെ മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ സിറ്റുവേഷൻ റീഡ് ചെയ്ത് കറക്റ്റ് ഏത് പോയിന്റിലാണോ ഇത് നിർത്തേണ്ടത് ആ പോയിന്റിൽ ഇതിനെ നിർത്താൻ പറ്റണം. ബിക്കോസ് when it falls into the conflict, then it is going to be really difficult. Can obtain tough agreements and settle disputes fairly. ഏത് ഡിസ്പ്യൂട്ട് ആണെങ്കിലും അത് ഫെയർ, അതായത് we have to hear them, hear us, whoever the parties are involved, we should be able to hear them fairly. I think somebody had quoted it there. നമ്മൾ പോസ്റ്റില് കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ഫെയർ ആയിട്ട് കേൾക്കാനും അതുപോലെ തന്നെ ഫെയർലി അവരുടെ എല്ലാ പോയിന്റ്സും നമുക്ക് മനസ്സിലാക്കാനും പറ്റണം. and we should be able to settle it down. Can find common ground and get cooperation with others. And it is important that you understand the position of the other guy. Try to put yourself into other person's shoes. അവിടെയാണ് നമുക്ക് ഇമോഷണൽ ഇന്റലിജൻസ് ആക്ച്വലി കുറച്ചുകൂടി നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുക. കാരണം we are in a position where we have to do this, he is in a position where he have to do that. Okay, now try to switch it. If I was in his shoes, what would I do? And ask the same question to the guy. Okay, I understand your point. Okay, try to put yourself in my shoes. എന്റെ പൊസിഷനിലാണ് നിങ്ങളാണ് ഉണ്ടായിരുന്നെങ്കിൽ what would I do? Okay, it's a really good way to, if we are able to buy him, നമുക്ക് അയാളെ ഈ ഒരു ഐഡിയയിലേക്ക് ബൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ it's a very good way to കോൺഫ്ലിക്ട് റെസൊല്യൂഷന് പറ്റിയ ഏറ്റവും നല്ലൊരു ഐഡിയ ആണ്. ഇതും അഗൈൻ ഓൾ ദീസ് സ്കിൽസ് ഐ തിങ്ക് ഇറ്റ് ഈസ് ഓൾ അവൈലബിൾ. ഇമോഷണൽ ഇന്റലിജൻസിന്റെ കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ലിങ്ക്ഡിനിൽ. ഇതുപോലത്തെ സോഫ്റ്റ് സ്കിൽസിന്റെ എല്ലാ ഇതുകളും ലിങ്ക്ഡിനിലൊക്കെ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ വേറെ പ്ലാറ്റ്ഫോമിലൊക്കെ അവൈലബിൾ ആണ്. ഗോ ത്രൂ ഇറ്റ്. For me, it is a really good one. These 4 skills, and hopefully it helps all of us to become a better engineers and take our career path forward. And idellam leadership skills inde bhagam kodiyana. When our company finds that there is a leader in us, then they should be taking us to the heights. Okay, so that's it from my side. Endengilo questions ഒക്കെ ഉണ്ടെങ്കിൽ you are welcome to ask. I'm not the expert in it, absolutely, but if you want some help from my side, more than willing to help. താങ്ക് യു മിസ്റ്റർ സലീം. ഞാനിപ്പോ ക്വസ്റ്റ്യൻസ് ചെറിയ സെഷൻ ഇങ്ങോട്ട് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ പാർട്ടിസിപ്പന്റിനോട് പറയാം, നമുക്കൊരു 1 minute ടൈം കീപ്പ് ചെയ്യാം. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കണമെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് ചോദിക്കുക, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിടാനാണെങ്കിൽ അതും ഓക്കെയാണ് അല്ലേ? അതെ. അപ്പൊ ഈ ഫ്യൂച്ചറിലാണെങ്കിലും എൻ്റെ കോൺടാക്ട്സ് ഞാൻ വാട്സാപ്പിലുണ്ട്. ഏതെങ്കിലും പാർട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗൈഡൻസോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു കോൺടാക്ട്. Absolutely no issues, happy to help. ഓക്കെ, ഞാൻ അപ്പം ആയിരുന്നു ക്വസ്റ്റ്യൻസ് ഒന്നും കാണുന്നില്ല. എനിക്കൊന്ന് കുറച്ച് പാർട്ടിസിപ്പൻസ് അതിനിടയ്ക്ക് ഡ്രോപ്പ് ആയിരുന്നു. എന്തായാലും നല്ലൊരു സെഷൻ ആയിരുന്നു. നമ്മള് KEF ദമ്മാമിന്റെ ഫസ്റ്റ് സൂം സെഷൻ ആണിത്. അപ്പൊ അത് നമുക്കൊരു എഞ്ചിനീയേഴ്സ് ഡേയിൽ തന്നെ അത് അറേഞ്ച് ചെയ്യാൻ പറ്റിയത് എന്തായാലും ഒരുപാട് ഹെൽപ്ഫുൾ ആയി. നമുക്കൊരു ഇപ്പൊ എല്ലാവരും അറിയാം ഫ്രൈഡേ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ലീവ് ഉള്ളതായും പിന്നെ ഒരു അങ്ങനത്തെ ഒരു ടൈമാണ് 2:30. നമുക്ക് ലേറ്റ് ആക്കാനും പറ്റില്ല. 5 മണി 3 മണിക്ക് ശേഷമൊക്കെ വെച്ചാൽ അതിലും കൂടുതൽ ടൈം എല്ലാവർക്കും ബിസി ആവുന്ന ടൈമാണ്. അപ്പൊ എന്തായാലും ഈ ഒരു ടൈമായിട്ട് നമുക്കൊരു 50 പാർട്ടിസിപ്പൻസിന്റെ അടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിരുന്നു. നമുക്ക് ഇനിയും കുറച്ചുകൂടി നല്ല വയബിൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ നല്ല നല്ല സെഷൻസ് ഇനിയും കണ്ടക്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ KEF ദമ്മാമിന്റെ പേരിൽ ഞാൻ ആദ്യം തന്നെ ഒന്നുകൂടി മിസ്റ്റർ മുഹമ്മദ് സലീമിന് താങ്ക്സ് പറയുന്നു അറ്റൻഡ് ചെയ്യാനും ഇതിൽ അറ്റൻഡ് ചെയ്ത് നമ്മളൊന്ന് എഞ്ചിനീയേഴ്സ് ഡേ ഒന്ന് കംപ്ലീറ്റ് ആക്കി തന്നതല്ല. പിന്നെ ഒരു 1-2 ക്വസ്റ്റ്യൻസ് ഇപ്പൊ വന്നത് ഒന്ന് ലിങ്ക്ഡിൻ. ഓക്കെ, അത് നമുക്കുള്ളതാണ്. ലിങ്ക്ഡിൻ അറേഞ്ച് ചെയ്യാൻ നോക്കി നോക്കൂ. പിന്നെ ഹൗ ടു ബി പാർട്ട് ഓഫ് NEOM പ്രൊജക്ട് ആസ് എ മെക്കാനിക്കൽ എഞ്ചിനീയർ ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. NEOM പ്രൊജക്ടിലോട്ട് അത് ആൻസർ ചെയ്യണം. ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ആൻസർ ചെയ്യാം. അത് ഒരു ജനറൽ സൗദിയിൽ പൊതുവെ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ NEOM പ്രൊജക്ടിന്റെ പാർട്ട് എങ്ങനെയാണ് ആവാൻ പറ്റുക എന്നുള്ളത്. ഓക്കെ, സോ NEOM പ്രൊജക്ട് എന്ന് പറയുന്നത് NEOM വൺ പ്രൊജക്ട് അല്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. NEOM പ്രൊജക്ടിൽ ഒരുപാട് പ്രൊജക്ട്സ് ഉണ്ട്. ഗൾഫ് ഓഫ് അക്കബ എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് ഉണ്ട്. ദലൈൻ എന്ന് പറയുന്ന പ്രൊജക്ട് ഉണ്ട്.
സ്പൈൻ, അതിന്റെ ഭാഗമായിട്ട് സ്പൈൻ എന്ന് പറയുന്ന പ്രൊജക്ട് ഉണ്ട്, ട്രൊജന എന്ന് പറയുന്ന പ്രൊജക്ട് ഉണ്ട്, പിന്നെ ഓക്സഗോൺ എന്ന് പറയുന്ന പ്രൊജക്ട് ഉണ്ട്, സിൻഡല എന്ന് പറയുന്ന പ്രൊജക്ട് ഉണ്ട്. ഇതൊക്കെ അതിന്റെ പാർട്ട് ഓഫ് റീജിയണൽ ഇൻഫ്ര എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് ഉണ്ട്. ഇതൊക്കെ അതിന്റെ പാർട്ട് ഓഫ് പ്രോജക്ട്സ് ആണ്. ഇതിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ എയർപോർട്ട് പ്രൊജക്ട് വേറെ ഉണ്ട്, ഹൈഡ്രജൻ പ്ലാന്റിന്റെ പ്രൊജക്ട് വേറെ ഉണ്ട്. സോ ദർ ഇസ് എ ലോട്ട് ഓഫ് പ്രൊജക്ട്സ്. ഇതില് നിയോം എന്ന് പറയുന്നത് ഓണേഴ്സ് ആണ്. സോ യു ക്യാൻ ആക്ച്വലി അപ്ലൈ ടു ദം. ദർ ഇസ് ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് സംതിങ് സ്റ്റോപ്പിംഗ് അസ് ഫ്രം ദർ. ഒരുപാട് ഇന്ത്യക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് PMCs ആണ്, പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസീസ് ഉണ്ട്. ഡെലിവറി പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് വേറെ സെഷനിലായിട്ടുള്ള ആൾക്കാരുണ്ട്. മെയിൻ ആയിട്ടുള്ള കമ്പനീസ് എന്ന് പറയുന്നത് ബെക്ടൽ, പാഴ്സൺസ്, എയ്കോം, WSP ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോന്ന് അറിയില്ല. പിന്നെ L&T പെൻട്രി ചെയ്യുന്നുണ്ട് ആസ് എ കോൺട്രാക്ടർ. പിന്നെ വേറെ കുറെ കോൺട്രാക്ടേഴ്സ് ഉണ്ട്. അതായത് ഫ്രെയിം വർക്ക് കോൺട്രാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് കോൺട്രാക്ടേഴ്സ് ഉണ്ട്. അതിൽ MML ഹർബി, അലായുനി, അതുപോലത്തെ പിന്നെ സപാക്, സാജ്കോ, ഇങ്ങനെ കുറെ കോൺട്രാക്ടേഴ്സ് ആണ് ഫ്രെയിം വർക്ക് കോൺട്രാക്ടേഴ്സ്. അത് കഴിഞ്ഞിട്ട് അതല്ലാത്ത സ്റ്റാൻഡ് അലോൺ PMC അല്ലെങ്കിൽ കൊടുക്കുന്ന കോൺട്രാക്ട്സ് ആയിട്ടുള്ള കുറെ കോൺട്രാക്ടേഴ്സ് വരുന്നുണ്ട്. അതിൽ വരുന്നതാണ് ഷാജി, സാംസങ്, ഹുണ്ടായി, ആർക്കിറോഡന്റെ ഒരു ജോയിന്റ് വെഞ്ചർ ഉണ്ട്. പിന്നെ ഒരു ചൈന സ്റ്റേറ്റിന്റെയും ഒരു പിന്നെ ഇറ്റാലിയൻ കമ്പനിയുടെ അവരുടെയും ഒരു ജോയിന്റ് വെഞ്ചർ ഉണ്ട്. അങ്ങനെ കുറെ ജോയിന്റ് വെഞ്ചേഴ്സ് അത് വേറെ ഉണ്ട്. ഇനി റെയിൽ പ്രോജക്ട്സ് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന്റെ കുറെ കോൺട്രാക്ടേഴ്സ് ആയിട്ടും വരുന്നുണ്ട്, PMC ആയിട്ടും വരുന്നുണ്ട്. അപ്പൊ അത് വേറെ വരും. നിയോം എയർപോർട്ട് ഉണ്ട്, അപ്പോൾ അതിന്റെ PMC പോയിട്ടുള്ളത് എയ്കോമിനാണ്. ഓക്സഗോണിൻ്റെത് പാഴ്സൺസിനായിരുന്നു, അതിപ്പോ മാറ്റിയിട്ട് ചിലപ്പോൾ അത് വേറെ കോൺട്രാക്ടേഴ്സിന് വരാൻ സാധ്യതയുണ്ട്. യു ക്യാൻ അപ്ലൈ ത്രൂ എനി ഓഫ് ദം. ഓക്കെ, ആബ്സല്യൂട്ട്ലി ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ ഇൻ ദാറ്റ് പാർട്ട്. ഇത് ഇനിയും ആൾക്കാരുടെ എണ്ണം കൂടാൻ പോവാണ്. സോ ദർ വിൽ ബി ഡെഫിനറ്റ്ലി ഷോർട്ടേജ് ഓഫ് എഞ്ചിനീയേഴ്സ്. സോ ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എനി റെസ്ട്രിക്ഷൻ ടു അപ്ലൈ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിന്റെ പാർട്ടാണ് കോൺട്രാക്ടർ. ഓക്കെ, ജസ്റ്റ് ഒരു മറ്റൊരു ക്വസ്റ്റ്യൻ വന്നാൽ ലിങ്ക്ഡിൻ ചാനൽസ് സാറേ അതിനകത്ത് ട്രെയിനിങ്ങിന് സൂട്ടബിൾ ആയ ലിങ്ക്ഡിൻ ചാനൽസിന്റെ സജഷൻ ചോദിക്കുന്നു. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ചാറ്റ് കഴിഞ്ഞിട്ട് തരാണെങ്കിൽ നമ്മളത് പിന്നെ പബ്ലിഷ് ചെയ്തോളാം ഗ്രൂപ്പിൽ. ഇപ്പൊ പറയാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ഇപ്പൊ പറഞ്ഞ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക്. ഓക്കെ, വെച്ചാൽ ലിങ്ക്ഡിനിൽ ത്രൂ നമുക്ക് ലേണിംഗ്സിൽ പോകുമ്പോൾ ഈ ലിങ്ക്ഡിൻ ലേണിംഗ് എന്ന് പറയുന്ന സെപ്പറേറ്റ് ഒരു ആപ്ലിക്കേഷൻസ് തന്നെ ഉണ്ട്. അതിൽ പോയി അതിൽ നമുക്ക് ആക്സസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീമിയം മെമ്പർ ആവണം. അപ്പോൾ പ്രീമിയം മെമ്പർഷിപ്പിന് പല ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഡയറക്റ്റ് നമ്മൾ അതിലൂടെ തന്നെ ചെയ്യുന്ന ഒരു ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ചില ആളുകൾ അവരുടെ മെമ്പർഷിപ്പ് ബൾക്കായിട്ട് എടുത്തിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു രീതി ഉണ്ട്. അതിൽ കുറച്ചും കൂടി നമുക്ക് കോസ്റ്റ് കുറവായിട്ട് കിട്ടാൻ പോസിബിലിറ്റീസ് ഉണ്ട്. ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അങ്ങനെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് പേഴ്സണലായിട്ട് വാട്സപ്പിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഐ ട്രൈ ടു കണക്ട് യു വിത്ത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ലിങ്ക്ഡിന്റെ പിന്നെ പ്രീമിയം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ all the courses, most of the courses in LinkedIn are actually free. Then പ്രീമിയം കോഴ്സുകൾ ചെയ്യും. പ്രീമിയം മെമ്പർഷിപ്പ് ഉണ്ടാകുമ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ കോഴ്സുകളൊക്കെ പോയി ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ കൺക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കണം. അപ്പം എല്ലാവർക്കും പാർട്ടിസിപ്പൻസിനും പിന്നെ മുഹമ്മദ് സാറിനും താങ്ക് യു സോ മച്ച്. എനിക്ക് നമുക്ക് ഏത് പ്രോഗ്രാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ. KEF ഡെമോമിന്റെ ഒഫീഷ്യലായിട്ട് ഞാൻ എല്ലാവരോടും ഒന്നുകൂടി വൺസ് മോർ താങ്ക് യു ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ടുഡേസ് ഇവന്റ്. ഓക്കെ, ഹാപ്പി എഞ്ചിനീയേഴ്സ് ഡേ ടു ഓൾ. Thank you. Happy Engineers Day. Okay, see you all. ഓക്കെ, ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ കാമിൽ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? അതെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് കൺക്ലൂഡ് ചെയ്തല്ലോ അല്ലേ? അപ്പോൾ എവ്രി വൺ, ഓക്കെ, താങ്ക് യു. താങ്ക് യു.